ഹലോ, എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മേഘനാഥൻ്റെ അച്ഛനും കൂടെ തോമസ് ഡോക്ടറെ അടുത്ത് വരികയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മളെ കണ്ണൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, കാലുകളൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങിയോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വാമദേവൻ്റെ ചികിത്സയും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് മനസ്സിലാക്കിയ മഹാലക്ഷ്മി, നമ്മുടെ കണ്ണനും പിന്നെ നമ്മുടെ ആരാണ് മാർക്കോയും എല്ലാവരും ഇതറിഞ്ഞ് വളരെ കെയർ ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതായത് വെളിയിലൊന്നുള്ള നടത്തവും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം റൂമിനകത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വാമദേവൻ നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന ആ കണ്ണൻ്റെ മൂവ്മെൻ്റ് ഒന്നും മനസ്സിലാവൂല കേട്ടോ. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ആ തോമസ് ഡോക്ടർ പറഞ്ഞത് അച്ഛാ എനിക്കത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. കാര്യം അയാളും ഈ കണ്ണനൊക്കെ ഒരേ ടൈപ്പാണ്. അതുകൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ ചിലപ്പം പറഞ്ഞെന്നും വരാം. അതുകൊണ്ട് നമുക്കല്ലാണ്ട് ഇതെങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ വാമദേവൻ പറയാണ്, നീ അവർ കിടക്കുന്ന ആ റൂമിൽ ആ വെൻറ്റിലേറ്ററിൻ്റെ അതിലേ കൂടി അല്ലെങ്കിൽ ആ ഡോറിൻ്റെ അതിലേ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാൻ പറ്റുമോ? അവരാരെങ്കിലും കണ്ടാലോ വെച്ചാൽ എന്നുള്ളൊരു പേടി മേഘനാഥൻ പറയാണ്. അതൊന്നുമില്ല, നീ വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് വാമദേവനെയും കൊണ്ട് മേഘനാഥൻ മറ്റേ ട്രോളി പോലത്തെ എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെന്നപ്പോൾ അവിടെ ആരും പരിസരത്തൊന്നുമില്ല, ഡോർ അടച്ചൊക്കെയാണ്. അപ്പോൾ അച്ഛനെ അവിടെ മാറ്റി ഇരുത്തിയിട്ട് നമ്മുടെ മേഘനാഥൻ പതുക്കെ ആ ഡോറിൻ്റെ ലോക്കിൻ്റെ അതിലേ കൂടെ പതിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ കണ്ണിലൂടെ കണ്ടത് നമ്മുടെ അനന്തൻ അവിടെയുണ്ട്. അനന്തനും കണ്ണനും കൂടെ സംസാരിക്കുകയാണ്. പക്ഷേ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ കണ്ണൻ രണ്ട് കാലുകളും ഇങ്ങനെ പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ മേഘനാഥൻ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കണതും മേഘനാഥൻ ആരോ ഒരൊറ്റ ചവിട്ട് കൊടുക്കണം. ആരാ? നമ്മുടെ മാർക്കോ. എന്താടാ നീ ഇവിടെ ഒളിഞ്ഞു നോക്കണേന്ന് ചോദിച്ചിട്ട് മാർക്കോ അങ്ങോട്ട് വന്നില്ലേ. മേഘനാഥൻ അയ്യടാന്നായിപ്പോയി, വാമദേവൻ അതിൻ്റെ അപ്പുറമായിപ്പോയി. കാരണം വെറുതെ എന്തിനാണ് നമ്മുടെ മാർക്കോയുടെ കയ്യിൽ ഇരിക്കണ വാങ്ങി പിടിക്കണത്. മേഘനാഥൻ പറഞ്ഞു, അതേ അച്ഛനെയും കൊണ്ട് ഇതുവഴി വന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന താക്കോൽ ഇവിടെ ചാടിപ്പോവും. നിൻ്റെ ചാടിപ്പോകൂടാ, നിൻ്റെ ചാടും, നിൻ്റെ അല്ലേ താക്കോല്. നിൻ്റെ അടവും അഭ്യാസം ഒന്നും ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ വേണ്ട. നീ മര്യാദയ്ക്ക് നിൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലും ഇതും മെനക്കെടുത്തണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോ നല്ല 2 ഡോസ് അങ്ങ് കൊടുക്കുകയാണ്. മേഘനാഥന് എന്തോ പോലെ ആയിപ്പോയി. കാരണം കണ്ടില്ലേ, ചമ്മിയും പോയി എന്തോ പോലെ ആവാട്ടെ. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിടണം. അപ്പോൾ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ അനന്തൻ വക്കീൽ ഇങ്ങനെ ഡോർ തുറന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ മേഘനാഥൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും വ്യക്തമായിട്ടൊന്നും മേഘന് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു മൂവ്മെൻറ്റ് ആ 2 കാലിനും വന്നിട്ടുണ്ട്. അത് തറപ്പിച്ച് തന്നെ മേഘനാഥൻ പറയണം. അങ്ങനെ മേഘനും അച്ഛനും കൂടെ റൂമിലെത്തിയ ശേഷം മേഘനാഥൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഉറപ്പാണ് ഒരു കാര്യം, എന്തോ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആ കണ്ണൻ്റെ കാലിന് വന്നിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടു, ഒരു ഇച്ചിരി സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതങ്ങോട്ട് വ്യക്തമാക്കാമായിരുന്നു. അത് പോട്ടെ, സാരമില്ല, നീ ഇപ്പം തന്നെ ആ ദുർഗേനെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേരേന്ന് നമ്മുടെ വാമദേവൻ പറയണം. അങ്ങനെ നമ്മുടെ മേഘൻ നമ്മുടെ ദുർഗേനെ വിളിക്കുകയാണ്. എൻ്റെ ദുർഗേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി ഞങ്ങളിങ്ങനെ തോമസ് ഡോക്ടറെ അടുത്താണ്. അപ്പോൾ എന്തിനാ നീ എന്നെ വിളിച്ചതെന്ന് തന്നെ ആദ്യം ദുർഗ ചോദിക്കും. എൻ്റെ മോളെ ജീവിതം നശിപ്പിച്ചിട്ട് ഇനി നീ എന്തിനാ വിളിക്കണേ? അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാനാണ്, നിങ്ങളുടെ മോന് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന് റൂമിൽ പോയിട്ട് വെറുതെ ഒന്ന് ഒളിഞ്ഞു നോക്കി. ആ നോക്കുന്ന കൂട്ടത്തിൽ എനിക്ക് വ്യക്തമായിട്ട് കണ്ട ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ അപ്പച്ചി. എങ്കിലും കണ്ണൻ്റെ 2 കാലുകളും ചലിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ദുർഗയ്ക്ക് ശ്വാസം നിന്ന് കണക്കുള്ളൊരവസ്ഥയായിപ്പോൾ. നീ ശരിക്കും കണ്ടോടാൻ മോനെ, ശരിക്കും ഞാൻ ഒരു ഇച്ചിരി കൂടെ നിന്ന് കൺഫേം ആക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ആ മാർക്കോ വന്ന ഒരൊറ്റ തൊഴി തന്നമ്മായി അപ്പച്ചി. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു മാറ്റം കണ്ണനെ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മേഘൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദുർഗ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ദുർഗ നമ്മുടെ കരുണയുടെ അടുത്തും നമ്മുടെ ഉണ്ണിയുടെ അടുത്തും പറയണം, എടാ നമ്മുടെ മേഘൻ
ഇന്ന് തോമസ് ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവൻ അവിടെ പോയി അവർ കാണാണ്ട് എന്തോ നോക്കിയപ്പോൾ കണ്ണൻ്റെ 2 കാലുകളും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ദുർഗ എന്നിട്ട് ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, ഞാൻ അന്ന് സ്വപ്നം കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അവൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ഒരു സീനാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്നിട്ട് അതിരാവിലെ ഞാൻ ചെന്ന് ആ റൂമിലോട്ട് ചെല്ലണത് ഞാൻ കാണുന്നത് അവൻ്റെ 2 കാലുകൾ അനങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നിയതാണെന്നാണ് കണ്ണൻ അന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കരുണയും പറഞ്ഞു, ശരിയമ്മേ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ കണ്ണേട്ടൻ്റെ കാലുകൾ ശ്രദ്ധിച്ചു. ഇടത് കാല് മാത്രമാണല്ലോ ജസ്റ്റ് ഒന്ന് ചലിപ്പിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ മറ്റേ കാലും ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഇതും കൂടെ മേഘേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്, അവർക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി ഒന്നും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കണേ എന്നുള്ള രീതി നമ്മുടെ കരുണയും പറയുകയാണ്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ അമ്മ എഴുന്നേറ്റ് നടന്നാൽ എന്താ ചെയ്യണേ, നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നശിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, അമ്മയുടെ പിറന്നാൾ വരെ അവൾക്ക് ജീവിതം ഇനി ഉള്ളൂ കണ്ണേട്ടൻ്റെ കൂടെ, അത് ഞാൻ എഴുതി ഉറപ്പിച്ച കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ റൂമിൽ ഇരിക്കുന്ന സമയം ഉണ്ണിക്ക് എവിടെ ഈ കരുണ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അമ്മയുടെ പിറന്നാൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്യുകയാണ്. മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ഒരു വൈദ്യനെ കണ്ട് എന്തോ ഒരു കൊടും വിഷമാണ് കരുതി വെച്ചേക്കുന്നത്, മുത്തശ്ശിയും കരുണയും കൂടെ. അപ്പോൾ അതെന്തായാലും അത് അന്നത്തോടു കൂടി അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ അവളുടെ അന്ത്യം നടക്കും. കരുണ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അത് വിജയിച്ചു കൊണ്ടേ കരുണ വരുള്ളൂ എന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്ക് ആകെ ടെൻഷനാണ്. കാര്യം അവൾ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ, ഇന്ന് വരെ ആര് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ മഹാലക്ഷ്മിയെ കൊല്ലാനോ അപകടപ്പെടുത്താനോ ചെന്ന് കഴിഞ്ഞാൽ അവളെ കൂടെ ഒരു ശക്തിയുണ്ട്, തിരിച്ചടി അവർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കേസാണ് എന്നിങ്ങനെ ഉണ്ണി പറയുന്നത്. അപ്പോഴും കരുണയ്ക്ക് ദേഷ്യമാണ്. കാര്യം തന്നെ ഉണ്ണിയെ കൊണ്ട് ഒരു കാര്യത്തിന് ചെയ്യാനും കൊള്ളില്ല, എന്നാൽ ചെയ്യുന്നവരായിട്ട് ചെയ്യാനും സമ്മതിക്കില്ല, നിങ്ങളൊന്ന് വാടച്ചിരിക്കുക. അപ്പം ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഈ സമയത്തൊക്കെ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതിനല്ല. അവളെ പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. ആരും ഉണ്ണിയേട്ടനല്ലല്ലോ ചെയ്യുന്നത്, എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സംരക്ഷിക്കാനും എൻ്റെ കാര്യം നോക്കാനൊക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ കടന്ന് ഇതാവുകയാണ്. എന്നിട്ട് പിന്നെ ഉണ്ണീനെ എപ്പോഴും എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഈ കരുണ എപ്പോഴും സംസാരത്തിൽ ഇൻസൾട്ട് ചെയ്യലാണ്. അതായത് നിങ്ങളെ ഞാനൊരു ആണായിട്ട് കൂട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഉണ്ണിക്കത് വളരെ വിഷമമാണ്. കാര്യം അവൾ പറയണത് എന്നാന്ന് വെച്ചാൽ, ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ഒരു ആണായിട്ട് കൂട്ടുക എന്നൊക്കെയുള്ള ഡയലോഗാണ് കരുണ അടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കരുണയുടെ മുത്തശ്ശി നമ്മുടെ ദുർഗേനെയും കരുണേനെയും ഉണ്ണീനെയൊക്കെ നമ്മുടെ മരുമകളുടെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് ക്ഷണിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്, ഇനി മഹിയും കണ്ണനുമാണ് പിറന്നാൾ പരിപാടിയൊക്കെ ആഘോഷിക്കണമെങ്കിൽ നമ്മൾ വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഈ ഇത്രയും നല്ലൊരു സന്ദർഭം നിങ്ങൾ കാണാണ്ട് പോകണ്ടല്ലോ, അത് കരുതി ഇപ്രാവശ്യം പിറന്നാളിന് നിങ്ങളെ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്, എല്ലാവരും അങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുകയാണ്. അപ്പോൾ കരുണയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വരുന്ന പിറന്നാളോടുകൂടി മഹാലക്ഷ്മിയുടെ കാര്യത്തിന് ഒരു വിരാമം വരും. പിന്നെ ഈ നടക്കാൻ കഴിവില്ലാത്തവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. അങ്ങനത്തെ നല്ലൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, നിങ്ങളിനി വന്ന് ആ രംഗമൊക്കെ കണ്ടാൽ മതി. അങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത്. അപ്പോൾ ദുർഗയ്ക്കും നമ്മുടെ ഉണ്ണിക്കൊക്കെ ഒരു സന്തോഷമാണ്. കാര്യം പലരും പല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഇതിനെന്തോ അവർക്കെല്ലാവർക്കും ഒരു വിജയം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ദുർഗയ്ക്കും നമ്മുടെ ഉണ്ണിക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മേഘനാഥൻ്റെ അടുത്തും കൂടെ നമ്മുടെ ദുർഗ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ പിറന്നാളിൻ്റെ അന്ന് ഇങ്ങനെ ഒരു സംഭവം കരുണയും മുത്തശ്ശിയും കൂടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ എന്തായാലും വിജയിക്കൂടാ എന്ന് ദുർഗ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മേഘനാഥന് വലിയ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ എവളെ കാര്യം ഒന്ന് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, പിന്നെ കണ്ണം മാത്രമല്ല, അത് ആ വീൽ ചെയറിലിരുത്തി വല്ല മരുന്നൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യം
കാര്യം ഒതുക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ സ്വത്തുക്കളെല്ലാം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് അനുഭവിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ചിന്തിച്ച് ആലോചിച്ച് പുതിയൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലം എന്താകും, അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി ഇനി ആർക്കൊക്കെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ഫലം നമ്മുടെ കരുണയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ അതിൻ്റെ ഫലം തിരിച്ചടിയായിട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.